ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു കാച്ചനയാണ് പരിചയപ്പെടുത്തുന്നത്. മുടിയൊക്കെ ഒരുപാട് കൊഴിയാൻ തുടങ്ങി. ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഹെയർ കെയർ ചെയ്യാമെന്ന്. അങ്ങനെ എണ്ണ കാച്ചാനായിട്ട് കുറേ സാധനങ്ങൾ ഞാൻ ഒപ്പിച്ചു. കറ്റാർവാഴ, കുറച്ച് ചുവന്നുള്ളി, തുളസിയില, വേപ്പില, മൈലാഞ്ചി ഇല, കയ്യോന്നി, അതുപോലെ നെല്ലിക്ക. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവ ചതച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചെമ്പരത്തിയിലയും ചെമ്പരത്തിയുടെ പൂവും മുട്ടും ഞാൻ ഇതിനകത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മളിത് കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത്. എണ്ണ നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് ഉള്ളി ചതച്ചത് നന്നായിട്ട് ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു ഏകദേശം നല്ല രീതിയിലായി വരുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് ഞാൻ നെല്ലിക്ക കുറേ സമയമെടുക്കും. കുറച്ച് നന്നായി സമയമെടുത്തിട്ടേ അതൊന്ന് കളറ് മാറി വരത്തുള്ളൂ. നല്ല രീതിയിൽ ചതച്ചെടുത്തേക്കുന്നതാണ്. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പം അത് കുറച്ചൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഈ ഇല ഐറ്റങ്ങളെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലും ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ആ എണ്ണയിൽ കിടന്ന് നമ്മൾ ഒരുപാട് തീ ഉപയോഗിക്കാൻ പാടില്ല. ചെറിയ തീയിലിട്ട് നല്ല രീതിയിൽ നമ്മൾ കൈ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് കരിയാനും പാടില്ല, എന്നാൽ നല്ല രീതിയിൽ അത് മൂത്ത് കിട്ടണം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 20 മിനിറ്റെങ്കിലും സമയം എടുക്കും ഇതൊന്നായി വരാനായിട്ട്, ഒരുവിധമായി വരാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ കളറിൽ വ്യത്യാസം വരുവേ. അപ്പോഴും നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കാച്ചന ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നല്ല അടച്ചുറപ്പുള്ളൊരു കുപ്പിയിൽ സൂക്ഷിക്കുക. വെള്ളമൊന്നും കയ്യിലായി അതെടുക്കാൻ പാടില്ല, ചീത്തയായി പോവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം.